അങ്ങനെ ശ്രുതിയുടെ കള്ളത്തരങ്ങളെല്ലാം തിരിച്ചറിഞ്ഞ ചന്ദ്രമതി തലയ്ക്ക് ഇടി കിട്ടിയ അവസ്ഥയിലാണോ നിൽക്കുന്നത്. ശ്രുതിയോടാണെങ്കിൽ കാര്യം ചോദിച്ചിട്ട് ശ്രുതി ഒന്നും മിണ്ടുന്നില്ലാട്ടോ. ചന്ദ്രമതിയുടെ ഭ്രാന്തമായ സ്വഭാവം കണ്ടിട്ട് ശ്രുതി ആകെ പേടിച്ചരണ്ട് നിൽക്കണേ. അപ്പൊ രേവതി പറയുന്നുണ്ട്, ശ്രുതി ഇനിയെങ്കിലും നീ സത്യം പറ, നിനക്ക് ഈ വിവാഹത്തിന് മുമ്പ് ഒരു കുഞ്ഞുണ്ടായിരുന്നോ? നീ മറ്റൊരാളെ വിവാഹം കഴിച്ചതാണോ? ആ സമയത്ത് വർഷ പറയുന്നുണ്ട്, എന്താ ശ്രുതി ചേച്ചി ഒന്നും മിണ്ടാതിരിക്കുന്നത്? ഇതൊന്നും സത്യം അല്ലെങ്കിൽ പിന്നെ ശ്രുതി ചേച്ചിക്ക് അതൊക്കെ തുറന്നു പറഞ്ഞൂടെ? ഇത് കേട്ടപ്പോ തന്നെ ശ്രുതി പറയുന്നുണ്ട്, ദേ വർഷേ, ശ്രുതിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിലേ ശ്രുതി പറഞ്ഞോളും. നിങ്ങൾ എല്ലാരും കൂടി വട്ടാണെങ്കിൽ അവളെ ഇങ്ങനെ ടോർച്ചർ ചെയ്യണ്ട. ഇത് കേട്ടപ്പോ ശ്രീകാന്തിന് അത്രയ്ക്ക് അങ്ങ് പിടിക്കുന്നില്ല കേട്ടോ. അപ്പൊ ശ്രീകാന്ത് പറയുന്നുണ്ട്, സുധിയേട്ടാ വർഷ ചോദിച്ചതിൽ എന്താ തെറ്റ്? സുധിയേട്ടന്റെ ഭാര്യയുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ പിന്നെ അതവര് തുറന്നു പറയണ്ടേ? അതിന് പകരം ഇങ്ങനെ മിണ്ടാതിരുന്നാല് നമുക്കൊക്കെ മനസ്സിലാവോ? ഉള്ള സംശയമൊക്കെ നമ്മുടെ മനസ്സിൽ കിടക്കത്തല്ലേ ഉള്ളൂ. എന്റെ ശ്രുതി, നീ എന്താ ഒന്നും പറയാതെ വായി പൂട്ടി നിൽക്കുന്നത്? ഇവന്മാരുടെ ഒക്കെ വായിലിരിക്കുന്നത് ഇതുപോലെ കേൾക്കാനാണോ? നീ തുറന്നു പറ, മുമ്പ് ഒരു വിവാഹം കഴിച്ചിട്ടില്ലെന്നും നിനക്ക് അങ്ങനെ ഒരു കുഞ്ഞില്ലെന്നും. എന്നാ ഇതൊക്കെ കേട്ടിട്ട് ആകെ പേടിച്ചോണ്ട് അരണ്ട് നിൽക്കാണ് കേട്ടോ ശ്രുതി. അപ്പൊ ചന്ദ്രമതി പറയുന്നുണ്ട്, എടി എന്റെ മക്കളെ ചോദിക്കുന്നത് കേട്ടില്ലേ? നീ എന്താ മിണ്ടാതിരിക്കുന്നത്? നിന്റെ ഭർത്താവാ ഈ നിൽക്കുന്ന എന്റെ മകൻ സുധി. അതുപോലെ ഞാൻ കണ്ടെത്തിയ മരുമകളാ നീ. നീ പരിശുദ്ധിയാണെന്ന് തെളിയിക്കേണ്ടത് എന്റെയും കൂടി ആവശ്യമാണ്. കണ്ടവൾമാരെ ഓരോ സ്ഥലത്ത് നിന്ന് ഓരോന്നും പറഞ്ഞു കേട്ട് ഇവിടെ വന്ന് പറഞ്ഞോളൂ. അതൊന്നും സത്യമല്ലെന്ന് നീ വാ തുറന്ന് പറയുന്നുണ്ടോ? ഇത് കേട്ടിട്ട് രവി പറയുന്നുണ്ട് കേട്ടോ, ചന്ദ്രേ നീ ഒന്ന് ശബ്ദം താഴ്ത്തി സംസാരിച്ചേ, പുറത്തുള്ളവർക്കൊക്കെ കേട്ടാ ഇത് പോരെ? കേക്കട്ടെ രവിയേട്ടാ, ഇത് സത്യമാണെങ്കിൽ പിന്നെ ലോകം മുഴുവൻ അറിഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ല. ഞാനിതേ ഇവിടെ കെട്ടി തൂങ്ങി ചാവൂ. അങ്ങനെ കേൾക്കുന്നേക്കാളും ഭേദം അതല്ലേ രവിയേട്ടാ. എന്റെ ചന്ദ്രേ നീ ഒന്ന് മിണ്ടാതിരിക്കേ, ഞാൻ ചോദിക്കട്ടെ. മോളെ ശ്രുതി, ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ കേട്ടു, പക്ഷെ നമ്മൾ ആരും അത് വിശ്വസിക്കുന്നില്ല. ഞങ്ങൾക്കറിയാം മോളുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു തെറ്റുണ്ടാവില്ലെന്നുള്ളത്. പിന്നെ ഇങ്ങനെയൊക്കെ കേട്ടപ്പോ അതൊന്ന് തിരക്കാന്നുള്ളത് നമ്മളെ വീട്ടുകാരുടെ ആവശ്യമല്ലേ. അതുകൊണ്ട് അങ്ങനെയൊന്നും ഇല്ലെന്ന് മോള് ധൈര്യമായിട്ട് പറ. അച്ഛാ അങ്ങനെയൊന്നും ഇല്ല അച്ഛാ. ആ കേട്ടല്ലോ, ശ്രുതി മോക്ക് അങ്ങനെ ഒരു ബന്ധവും അതിലൊരു കുഞ്ഞുമില്ല. ഇനി എല്ലാവരും എന്തിനെങ്ങനെ നോക്കി നിൽക്കുന്നത്? ഇത് കേട്ടപ്പോ സച്ചി പറയുന്നുണ്ട്, അച്ഛാ അച്ഛൻ ഇവര് പറയുന്നത് അതേപടി അങ്ങ് വിശ്വസിച്ചോ? ആ മോനെ സച്ചി, ഇത് വിട്. അവള് പറഞ്ഞല്ലോ അങ്ങനെ ഒരു ബന്ധവും കുഞ്ഞും ഇല്ലെന്ന്. പിന്നെ നമ്മളായിട്ട് എന്തിനാ അതിൽ കടിച്ചു തൂകുന്നത്? അച്ഛാ അപ്പൊ ഇവര് പറയുന്നത് അച്ഛൻ വിശ്വസിക്കാണോ? അച്ഛന് രേവതി വിശ്വാസമില്ലേ? സച്ചി, എനിക്ക് രേവതി മോളെ വിശ്വാസം ഇല്ലായിട്ടല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിശ്വസിക്കുന്നേക്കാളും ഭേദം വിശ്വസിക്കാതിരിക്കുന്നതാ. അച്ഛാ ഇവർ അങ്ങനെയുള്ള തെറ്റൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അത് നമുക്ക് അറിയണ്ടേ? അപ്പൊ ചന്ദ്രമതി പറയുന്നുണ്ട്, ഇവൾ അങ്ങനെ വല്ല തെറ്റും ചെയ്തിട്ടുണ്ടെങ്കിൽ അവക്ക് പിന്നെ ചന്ദ്രോദയത്തിൽ ഒരു സ്ഥാനവും ഇല്ല. എന്റെ മോനിൽ നിന്നും എന്നേക്കുമായി ഇവൾ അകന്നിരിക്കണം. അയ്യോ ആന്റി, ഞാൻ അങ്ങനത്തെ തെറ്റൊന്നും ചെയ്തിട്ടില്ല ആന്റി. ഇതൊക്കെ ആരൊക്കെയോ കള്ളം പറഞ്ഞ് ധരിപ്പിച്ചേക്കുവാ. അപ്പൊ വർഷ പറയുന്നുണ്ട്, എന്നാ പിന്നെ ഒരു ഡോക്ടറെ കണ്ടാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. എന്റെ പരിചയത്തിൽ അറിയാവുന്ന ഒരു ഗൈനക്കോളജിസ്റ്റ് ഉണ്ട്, ഞാൻ ആ മേഡത്തെ ഇങ്ങോട്ട് വിളിപ്പിക്കാം. അപ്പൊ പിന്നെ രേവതി ചേച്ചി പറഞ്ഞത് സത്യമാണോ അല്ലേന്നുള്ളത് ഉറപ്പിക്കാൻ പറ്റുമല്ലോ. എന്തായാലും എനിക്ക് രേവതി ചേച്ചി വിശ്വാസമാണ്. പിന്നെ രേവതി ചേച്ചിയോട് പറഞ്ഞ ആ നേഴ്സ് എത്തരക്കാരിയാണെന്നുള്ളതൊന്നും നമുക്കറിയില്ല. അതുകൊണ്ട് രേവതി ചേച്ചിയെ കുറ്റപ്പെടുത്താനും പറ്റില്ല. ഇത് കേട്ടപ്പോ തന്നെ ചന്ദ്രമതി പറയുന്നുണ്ട്, ഓ അവളുടെ ഒരു വിശ്വസ്തയായ രേവതി ചേച്ചി. നിന്റെ രേവതി ചേച്ചി അങ്ങനെ വല്ലതും എവിടെന്നെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ അത് സത്യമാണോന്ന് അറിഞ്ഞിട്ട് ഇവിടെ വന്ന് പറയാൻ പാടുള്ളൂ. ഇത്രയും പേരുടെ മനസ്സിൽ സംശയം ഉണ്ടാക്കിയത് ഇവള് ഒറ്റ ഒരുത്തിയാ. അതെങ്ങാനും സത്യമല്ലാന്ന് തെളിഞ്ഞ ദേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ശ്രുതിയെ പിടിച്ച് പുറത്ത് കളയുമെന്ന്. അത് ഇവക്കായിരിക്കും ആ അനുഭവം. ഇതെങ്ങാനും ഒരു കെട്ടുകഥയാണെന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞ പിന്നെ രേവതി നിനക്ക് ഈ പടിക്ക് പുറത്തായിരിക്കും സ്ഥാനം. ചന്ദ്രോദയത്തിൽ നിന്ന് എന്നേക്കുമായി നീ ഇവിടുന്ന് പടി ഇറങ്ങേണ്ടി വരും. ചന്ദ്രമതി പറഞ്ഞതാ. അപ്പൊ സച്ചി പറയുന്നുണ്ട്, അതെ നിങ്ങൾ എന്റെ ഭാര്യയെ വരട്ടെന്ന് നേരം കൊണ്ട് അവളോട് സത്യം എന്താണെന്ന് ചോദിച്ചറിയി. കേട്ടല്ലോ, ഇവന്മാരൊക്കെ എന്റെ തലേ കയറി നിരങ്ങുന്ന കണ്ടില്ലേ നീ? വെറും ഒരു പൂക്കാരിയായി ഇവൾ ഇപ്പൊ എന്റെ അടുത്ത് വന്ന് പറഞ്ഞത് കേട്ടില്ലേ? നീ മറ്റൊരു പുരുഷന്റെ ഭാര്യ ആയിരുന്നെന്നും അതിൽ നിനക്കൊരു കുഞ്ഞുണ്ടായിരുന്നു. എന്താടി നീ കുറെ നേരമായിട്ട് മിണ്ടാതെ നിൽക്കുന്നത്? ഈ ചോദിച്ചതിനുള്ള മറുപടി ഒന്നും നിനക്കില്ലേ? അതല്ല ഇനി വർഷ പറഞ്ഞതുപോലെ വല്ല ഗൈനക്കോളജിസ്റ്റിനെ ഞാൻ ഇവിടേക്ക് വിളിച്ചു വരുത്തണോ? അയ്യോ അമ്മ, അതിന്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ ഞാൻ എന്താടി ചെയ്യേണ്ടത്? ഇത് കേട്ടപ്പോ ശ്രുതി പറയുന്നുണ്ട്, എന്റെ ശ്രുതി ഇതൊന്നും സത്യമല്ലെന്ന് തുറന്നു പറ, എനിക്ക് ഇതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ദേ അമ്മേ, നിങ്ങൾ എല്ലാരും കൂടി അവളെ വട്ടണിഞ്ഞ് ടോർച്ചർ ചെയ്യില്ലേ? അവൾക്ക് കുറച്ചു നേരം സമയം കൊടുക്കേ. എടാ ഇതിനൊക്കെ എന്തിനാടാ സമയം? അത് സത്യമാണോ അല്ലേന്ന് അവക്ക് തുറന്ന് പറയാവുന്നതല്ലേ ഉള്ളൂ. അത് അവള് പറഞ്ഞല്ലോ സത്യമല്ലാന്ന്. ഇനി അത് തെളിയിക്കാൻ അവക്ക് സമയം കൊടുക്കാനാ ഞാൻ പറഞ്ഞത്. അപ്പൊ ശ്രീകാന്ത് പറയുന്നുണ്ട്, ആ ഇപ്പൊ സുധിയേട്ട പറഞ്ഞത് നല്ലൊരു ഐഡിയ ആണ്. ഇവരുടെ ഭാഗത്ത് അങ്ങനെ ഒരു തെറ്റില്ലെങ്കിൽ അത് പ്രൂവ് ചെയ്യാൻ അവർക്ക് കുറച്ച് സമയം കൊടുക്കേ. അപ്പൊ രവി പറയുന്നുണ്ട്,
അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ചന്ദ്രേ. രവിയേട്ട, എനിക്ക് ഒരു മിനിറ്റ് പോലും കാത്തു നിൽക്കാനുള്ള ക്ഷമയില്ല. സത്യം എനിക്ക് ഇപ്പൊ തന്നെ അറിയണം. അത് അവള് പറഞ്ഞു കഴിഞ്ഞല്ലോ അങ്ങനെ ഒരു കാര്യം ഇല്ല എന്നുള്ളത്. ഇനി അത് തെളിയിക്കാനുള്ള സമയം കൊടുക്കാനാ ചന്ദ്ര പറഞ്ഞത്. പക്ഷെ രവിയേട്ട, ഇനി നീ ഒന്നും പറയണ്ട. മോളെ ശ്രുതി, നിനക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ നിനക്ക് എന്താ അത് തെളിയിച്ചാല്? ശരി, രവിയേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഇവക്ക് ഞാൻ 1 മണിക്കൂർ സമയം കൊടുക്കും. അതിനകം അവൾ അത് തെളിയിച്ചിരിക്കണം. ദേ, 1 മണിക്കൂർ കഴിഞ്ഞ് നിന്റെ അടുത്ത് വന്ന് ഞാൻ ചോദിക്കുമ്പോ നീ ഇതേ പടിക്ക് നിൽക്കുവാണെന്നുണ്ടെങ്കിൽ ചന്ദ്രയുടെ സ്വഭാവം നിനക്കറിയാലോ. ചെരുപ്പ് എടുത്ത് അടിച്ച് നിന്നെ ഞാൻ ഇവിടുന്ന് പുറത്താക്കും. എല്ലാവരും എന്തിനു നോക്കി നിൽക്കുന്നത്? എല്ലാവരും പൊയ്ക്കേ. അവള് നന്നായിട്ട് ആലോചിക്കട്ടെ, എന്നിട്ട് എന്താന്നുള്ളത് അവള് തന്നെ പ്രൂവ് ചെയ്യട്ടെ. പോവാൻ നോക്ക് എല്ലാവരും. ഇതും പറഞ്ഞുകൊണ്ട് എല്ലാവരും അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇനി അതൊക്കെ കഴിഞ്ഞ് കാണിക്കുന്നത് ശ്രുതിയാണ്. ശ്രുതിയാണെങ്കിൽ ശ്രുതിയുടെ തൊട്ട് താഴെ തന്നെ ഇരിക്കാൻ കേട്ടോ. അതായത് ശ്രുതി ഇരിക്കുന്നതിന്റെ താഴെ ഇരിക്കാണ്. എന്നിട്ട് മടിയിൽ തല വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശ്രുതി പറയുന്നുണ്ട്, ശ്രുതി ഇതൊന്നും സത്യമാണെന്ന് നീ പറഞ്ഞേക്കല്ലേ, എനിക്കതൊന്നും താങ്ങാൻ പറ്റില്ല ശ്രുതി. നീ എന്താ ശ്രുതി കുറെ നേരമായിട്ട് ഇങ്ങനെ മരവിച്ച പോലെ ഒരേ നിൽപ്പാണല്ലോ. ദേ, അമ്മ നിനക്ക് തന്നിരിക്കുന്നത് ഒരേ 1 മണിക്കൂറാണ്. ആ മണിക്കൂറിനകത്ത് നീ തെറ്റുകാരിയല്ലെന്ന് പ്രൂവ് ചെയ്യണം. അങ്ങനെയാണെന്നുണ്ടെങ്കിലേ ആ രേവതി ഉണ്ടല്ലോ, അവളെ ഇവിടുന്ന് അടിച്ചു പുറത്ത് കളയുന്നാ പറഞ്ഞിരിക്കുന്നത്. ദേ, അവളെയും ആ സച്ചിയും ഇവിടുന്ന് അടിച്ചു പുറത്ത് കളഞ്ഞാ പിന്നെ ഇവിടുത്തെ ഭരണം നമ്മുടെ കയ്യിലായിരിക്കും. എന്നാ ഇതൊക്കെ കണ്ടിട്ട് ശ്രുതിക്കാകെ വിഷമാവുന്നുണ്ട് കേട്ടോ. ശ്രുതി എന്നെ വിശ്വസിക്കാതിരിക്കുന്നുണ്ടോ? അതിനിപ്പോ ഞാൻ എന്തിനാ ശ്രുതി നിന്നെ വിശ്വസിക്കാതിരിക്കുന്നത്? നിന്നെ എനിക്ക് വിശ്വാസമാണ്. പിന്നെ നീ ഒന്ന് ആലോചിച്ച് നോക്ക് ശ്രുതി. ആ സച്ചിയും രേവതിയും കൂടി ഇവിടെ നമ്മ അടിച്ച് വെളിയിൽ കളയുന്നത്, അതൊക്കെ ആലോചിക്കുമ്പോ തന്നെ ശരീരം കോരി തരിക്കുക. എന്റെ ശ്രുതി, നീ എങ്ങനെയെങ്കിലും ഒന്ന് ഇത് പ്രൂവ് ചെയ്യേ. ഞാൻ എന്തിനാ ശ്രുതി പ്രൂവ് ചെയ്യുന്നത്? നിനക്ക് എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ പിന്നെ ഇവരുടെ മുന്നിലൊക്കെ ഞാൻ എന്തിനാ എന്റെ പരിശുദ്ധി പ്രൂവ് ചെയ്യേണ്ട ആവശ്യം? പക്ഷേ അമ്മയ്ക്കത് വിശ്വാസാവണ്ടേ? നീ മറ്റാരും പ്രൂവ് ചെയ്യണ്ട, എന്റെ അമ്മയെ പ്രൂവ് ചെയ്യിപ്പിച്ചാ മതി. എന്താ ശ്രുതി നീ പറയുന്നത്? നീ എന്റെ ഭർത്താവല്ലേ? എന്നിട്ടും നീ എന്റെ ചാരിത്രത്തെ ചോദ്യം ചെയ്യുവാണോ ശ്രുതി? അങ്ങനെയൊന്നും അല്ല. ദേ, അമ്മ പറഞ്ഞിരിക്കുന്നത് നീ കേട്ടതല്ലേ? നമ്മൾ എങ്ങനെയെങ്കിലും ഇത് പ്രൂവ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ പിന്നെ നിന്നെ ചെരുപ്പോണ്ട് അടിച്ച് വെളിയിൽ കളയുന്നാ പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയെങ്കിലും നീ അത് തെളിയിക്കണം ശ്രുതി. നിനക്കറിയാലോ, എന്റെ അച്ഛന്റെ കയ്യിലുണ്ടായിരുന്ന 50 ലക്ഷം രൂപയാ നീലിമയുടെ കയ്യിൽ നിന്ന് നമ്മൾ തട്ടിയെടുത്തത്. ഒരു വിധത്തിലാണ് നമ്മുടെ കയ്യിൽ ആ പണം എത്തിപ്പെട്ടത്. ശ്രുതി, നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ആ പണം ഇനി കുറച്ചു പോലെ നമ്മുടെ കയ്യിലില്ല. നമ്മൾ അതൊക്കെ ആ ഷോറൂം വാങ്ങാൻ വേണ്ടി ഉപയോഗിച്ചില്ലേ? ആ ഷോറൂം മര്യാദയ്ക്ക് ശ്രുതി കൊണ്ടുപോകാത്തോണ്ടല്ലേ ഇപ്പൊ ഇങ്ങനെയുള്ള അവസ്ഥ വന്നത്. ഇല്ലായിരുന്നുണ്ടെങ്കിൽ ഇവരെയൊക്കെ ഉപേക്ഷിച്ച് നമുക്ക് സ്വസ്ഥതയോടെയും സമാധാനത്തോടെയും എവിടെയെങ്കിലും പോയി ജീവിക്കായിരുന്നു. എന്നെ മാത്രം എന്തിനാ കുറ്റം പറയുന്നത്? ശ്രുതിക്കും ഇതുപോലെ ഒരു പാർലർ ഇല്ലേ? ആ പാർലർ ഫ്രാഞ്ചൈസിക്ക് കൊടുക്കേണ്ടി വന്നത് എന്തുകൊണ്ടാ? ശ്രുതിയുടെ പാർലറിൽ അത്ര അങ്ങ് പെർഫോമൻസ് ഇല്ലാത്തോണ്ടല്ലേ? എന്ത് പറഞ്ഞാലും ശ്രുതി എന്നെ പറഞ്ഞോ, ഇതൊക്കെ എന്റെ തലയിലേട്ടായി പോയി. ഓക്കെ, ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് സച്ചിയാണ്. രേവതി ആണെങ്കിൽ ഇതൊന്നും കേൾക്കാതെ എന്തോ ആലോചിച്ചിരിക്കാൻ കേട്ടോ, വിഷമിച്ചോണ്ട്. അപ്പൊ സച്ചി പറയുന്നുണ്ട്, രേവതി. ഇത് കേട്ടപ്പോ തന്നെ ഞെട്ടി പിന്നിലോട്ട് തിരിയുന്നുണ്ട് കേട്ടോ രേവതി. സച്ചേട്ടൻ എന്നെ വിളിച്ചോ? ഓഹോ, അപ്പൊ ഞാൻ വിളിച്ചോന്ന് പോലെ ഉറപ്പില്ല. നീ എവിടെയാ രേവതി? സച്ചേട്ടാ, എനിക്കെന്തോ ഞാൻ ചെയ്തത് തെറ്റായി പോയെന്ന് തോന്നുക. എന്ത് തെറ്റായി പോയെന്ന്? എന്റെ രേവതി, നീ കേട്ട കാര്യം ഇവിടെ വന്ന് പറഞ്ഞു, അതല്ലേ ചെയ്തുള്ളൂ. അല്ലാതെ നീ തെറ്റൊന്നും ചെയ്തില്ലല്ലോ. പക്ഷെ അമ്മ പറഞ്ഞത് കേട്ടില്ലേ? ഇതെങ്ങാനും സത്യം അല്ലെങ്കിൽ പിന്നെ അമ്മ എന്നെ ഇവിടുന്ന് പുറത്ത് കളയുന്നു. ഓ, ആ കാര്യം ആലോചിക്കായിരുന്നല്ലേ? അത് ശരിയാ. രേവതി, ഇപ്പൊ തന്നെ 15 മിനിറ്റായി. ഇനി 45 മിനിറ്റും കൂടി. അതിനകത്തെ അവളത് പ്രൂവ് ചെയ്തിരിക്കണം. അഥവാ പാർലർ ഇടത്തേക്ക് അത് പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ രേവതിക്ക് ഇവിടുന്ന് പുറത്തു പോകേണ്ടി വരും. സച്ചേട്ടനും കൂടി ഇങ്ങനെ പറയല്ലേ? എന്റെ രേവതി, അമ്മ പറഞ്ഞതാ. നിനക്ക് അമ്മയെ അറിഞ്ഞൂടെ? അമ്മ എങ്ങാനും ശ്രുതിയുടെ ഭാഗത്ത് ശരിയുണ്ടെന്ന് അറിഞ്ഞാ പിന്നെ നിന്നെ അലക്കാൻ പറ്റിയ അവസരം അവർ ഒഴിവാക്കുവോ? അയ്യോ സച്ചേട്ടാ, അപ്പൊ പിന്നെ ഞാൻ എന്ത് ചെയ്യും? എന്ത് ചെയ്യാൻ? അവർ പുറത്തു പോകാൻ പറഞ്ഞാൽ നമുക്ക് പുറത്തു പോകണം. നീ കേട്ട കാര്യമല്ലേ പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞത് അപ്പൊ തന്നെ വർഷയോട് ഈ വിവരം എല്ലാവരും ചെന്ന് അറിയിക്കേണ്ടെന്ന്. അപ്പൊ അവക്ക് ഒരേ നിർബന്ധമായിരുന്നു എന്തായാലും എല്ലാരും അറിയിക്കണമെന്ന്. അതുകൊണ്ട് എന്തായി? ഇങ്ങനെ ഒരു രഹസ്യം ഉണ്ടെങ്കിൽ അത് അറിയാൻ പറ്റിയില്ലേ? എന്തായാലും നീ കേട്ടത് സത്യമായിരിക്കാനാ സാധ്യത. പക്ഷെ എനിക്കിപ്പോഴും ഇത് കേട്ടതിന്റെ ഷോക്ക് മാറിയിട്ടില്ല. വിശ്വസിക്കാൻ പറ്റുന്നില്ല രേവതി. എന്നാൽ ഈ പാർലറെടുത്തി ഇത്രയ്ക്കും വലിയ ഫ്രോഡായിരുന്നു. പിന്നെ ശ്രുതിക്ക് ആ ഓട്ടക്കാരന് ഇത് കിട്ടിയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. അമ്മ കണ്ടെത്തിയ മരുമകളല്ലേ? നിന്നെയൊക്കെ നായികയ്ക്ക് 40 വട്ടം ഓരോന്ന് പറയുമായിരുന്നു. അവസാനം അവർക്ക് തന്നെ തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുക.
പാല് കൊടുത്ത കൈക്ക് തന്നെ തിരിച്ച് കൊത്തുകിട്ടിക്കൊണ്ടിരിക്കുക. മിക്കവാറും ആ ശ്രുതി ഈ വീടിന് പുറത്തു പോവെന്ന എനിക്ക് തോന്നുന്നത്. അയ്യോ, അങ്ങനെയൊന്നും പറയില്ലേ. ഇനിയിപ്പൊ എന്നെ പുറത്താക്കിയാലേ എനിക്ക് കുഴപ്പമില്ല. എന്നാലും ശ്രുതിയുടെ ഭാഗത്ത് തെറ്റൊന്നും ഇല്ലാതിരുന്നാ മതിയായിരുന്നു. അതാ ഇപ്പത്തെ എന്റെ പ്രാർത്ഥന. എന്റെ രേവതി, നീ ഇങ്ങനെയായി പോയല്ലോ. അവളൊക്കെ നിനക്ക് തിരിച്ചടി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കായിരിക്കും. ആ സമയത്ത് നീ അവളെ രക്ഷിക്കാൻ വേണ്ടിയാണോ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്? ചേട്ടാ, അവക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അതൊന്നും നമ്മൾ തിരിച്ചറിയാതെ അവളുടെ ഭാവി നശിപ്പിക്കാൻ പറ്റോ? ഇനിയൊക്കെ സംഭവിച്ചത് സംഭവിച്ചെന്നിരിക്കട്ടെ, പക്ഷെ അവളെ ഒഴിവാക്കണം എന്നൊക്കെ അമ്മ പറയുന്നതോ? അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പാറലെടുത്തി അമ്മ ആയിരിക്കില്ല പുറത്താക്കുക, അച്ഛനായിരിക്കും. പാർലറെടുത്തി അങ്ങനെ വല്ല ചതിയും നമ്മുടെ കുടുംബത്തോട് ചെയ്തിട്ടുണ്ടെങ്കിൽ പാർലറെടുത്തി അത് അനുഭവിച്ചിട്ടേ പോവൂ രേവതി. സച്ചേട്ടാ, അവളുടെ മുന്നിൽ മറ്റു ഓപ്ഷൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണെങ്കിലോ? അവളുടെ മുൻ ഭർത്താവ് ചിലപ്പോ അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ സച്ചേട്ടാ. ഇനി എന്തുണ്ടെങ്കിലും പാർലർ എടുത്ത് അത് തുറന്നു പറയണമായിരുന്നു എല്ലാരോടും. അല്ലാതെ അത് മറച്ചു വെച്ച് മറ്റൊരാളെ വിവാഹം കഴിക്കുന്നത് നിയമപരമായിട്ട് തെറ്റാണ്. അത് കുറ്റമാണ്. ജയിലിൽ കിടക്കേണ്ടി വരുന്ന ശിക്ഷയാണ്. അയ്യോ, അപ്പൊ ഞാൻ കാരണം ശ്രുതിക്ക് ജയിലിൽ കിടക്കേണ്ടി വരുമോ? ഒന്നും പറയാൻ പറ്റില്ല. അമ്മയുടെ ദേഷ്യവും വാശിയാണ്. അമ്മ എന്തൊക്കെ ചെയ്തു കൂട്ടുന്ന് ആർക്കറിയാം. എന്റെ രേവതി, നീ വിഷമിക്കണ്ട. ഇനി നിന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കിയ നിന്റെ കൂടെ ഇറങ്ങി വരാൻ ഞാനും ഉണ്ടാവും. നമുക്ക് എവിടെയെങ്കിലും പോയിട്ട് സന്തോഷമായിട്ട് ജീവിക്കാം. വെറുതെ ഇതും ആലോചിച്ച് ടെൻഷൻ അടിക്കാതിരിക്കി. നീ ഒന്ന് വന്നേ, എനിക്കൊരു നല്ല കടുപ്പത്തിലൊരു ചായ ഇട്. ഇതും പറഞ്ഞ് രേവതിയും കൂട്ടി പോകുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് ശ്രീകാന്തിന്റെയും വർഷയുടെയും ബെഡ്റൂമാണ്. അവരവിടെ നിന്ന് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. എന്നാലും എന്റെ ശ്രീകാന്തി, ശ്രുതിയേട്ടത്തി ഇങ്ങനെ ഒരാളാണെന്നുള്ളത് എനിക്ക് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ വയ്യ. അപ്പൊ ശ്രീകാന്ത് പറയുന്നുണ്ട്, അതേ വർഷേ, നീ ഈ കാര്യം വന്ന് എന്നോട് പറഞ്ഞപ്പോഴേ എന്റെ ശരീരം കോരി തരിക്കുമായിരുന്നു. ഇപ്പോഴും ആ തരിപ്പ് വിട്ടിട്ടില്ല. ശ്രീകാന്തെ, അവരെങ്ങാനും അങ്ങനെയെല്ലാം മറച്ചു വെച്ചാണ് സുധിയേട്ടനെ വിവാഹം കഴിച്ചതെങ്കിലേ അവരെ എന്ത് ചെയ്യണമെന്ന് അറിയോ? നേരെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കണം. അയ്യോ, അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? വേണം ശ്രീകാന്തെ. അവരിപ്പോ ചെയ്തതേ നിയമപരമായിട്ട് തെറ്റാണ്. ആദ്യം ഒരു ഭർത്താവുള്ളതും ആ ഭർത്താവിൽ ഒരു കുഞ്ഞുള്ള വിവരം മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അവരാ ശിക്ഷ അനുഭവിച്ചിരിക്കണം. എന്നാലും അവരിപ്പോ സുധിയേട്ടന്റെ വൈഫല്ലേ നിയമപരമായിട്ട്. അതൊക്കെ ആയിരിക്കാം എന്ന് കരുതിയിട്ട് അവർ ഈ തെറ്റ് മറച്ചു വെച്ച് സുധിയേട്ടനെ വിവാഹം കഴിക്കാൻ പാടുണ്ടോ? പക്ഷേ അത് തെളിഞ്ഞിട്ടില്ലല്ലോ വർഷേ. ഇനി ചിലപ്പോ രേവതി ഏട്ടത്തിയോട് ആരെങ്കിലും കള്ളം പറഞ്ഞതാണെങ്കിലോ? അങ്ങനെയാണെങ്കിൽ പിന്നെ രേവതി ഏട്ടത്തിയുടെ കഥ ഗോവിന്ദ. വർഷേ, നീയാണ് ഈ പ്രശ്നമൊക്കെ ഉണ്ടാക്കിയത്. നീ നിർബന്ധിച്ചതുകൊണ്ടാ രേവതി ചേച്ചി നിന്നോട് സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞത്. അതും മുതലെടുത്തോണ്ട് നീ ഇതെല്ലാരോടും പറയാൻ നിൽക്കണായിരുന്നോ? പ്രത്യേകിച്ച് അമ്മയോട്. അമ്മയുടെ സ്വഭാവം നിനക്ക് അറിഞ്ഞൂടെ? പിന്നെ അത് കേട്ടാ മിണ്ടാതിരിക്കണോ ശ്രീകാന്തേ? നിനക്കറിയോ, അങ്ങനെ ആരെങ്കിലും പറഞ്ഞത് കള്ളമാണെന്നുണ്ടെങ്കിലേ രേവതി ചേച്ചി ഈ വീട്ടിന് പുറത്തായിരിക്കും. അമ്മ പറഞ്ഞതാ. പിന്നെ എന്റെ ശ്രീകാന്തേ, നിന്റെ അമ്മ ഇപ്പോഴും 90s തന്നെയാ. അമ്മയോടെ ഒന്ന് പടിയിറങ്ങി ഇങ്ങോട്ട് വരാൻ പറ. ഈ കാലഘട്ടത്തിലും ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് ശ്രീകാന്തിന്റെ അമ്മ മാത്രമേ ഉണ്ടാവൂ. ശ്രീകാന്തിനെ പോലെ തന്നെ സച്ചിയേട്ടനും ഇവിടുത്തെ അമ്മയുടെ വയറ്റി പറഞ്ഞതല്ലേ. അപ്പൊ പിന്നെ രേവതി ചേച്ചിക്കും ഇവിടെ തുല്യ അവകാശമുണ്ട്. അത് തോന്നിയ പോലെ അവർക്ക് തോന്നുന്ന സമയത്ത് വലിച്ചെറിയാനും എടുത്തു കൊണ്ടുവെക്കാനുള്ളതല്ല. വർഷേ, നീ ഇപ്പൊ പറഞ്ഞതൊന്നും അമ്മ കേൾക്കണ്ട. നിന്റെ ഒരു അമ്മ. വർഷേ, എന്താ വർഷേ? ഒന്ന് പതുക്കെ പറഞ്ഞോ. അമ്മയെങ്ങാനും കേട്ടോണ്ട് വന്നാലുണ്ടല്ലോ. കേക്കുവാണെങ്കിൽ എങ്ങനെ കേക്കട്ടെ. ഞാൻ എന്തായാലും രേവതി ചേച്ചിയുടെ കൂടാ. അത് തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും ആയിക്കോ. പക്ഷെ അമ്മയെ വെറുതെ ചൊടിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കാൻ നിൽക്കണ്ട. പിന്നെ ഈ വിവരം ഒന്ന് നീ വിളിച്ച് നിന്റെ അമ്മയെ അറിയിക്കണ്ട. അവര് കെട്ടും പാണ്ടും എടുത്ത് ഓടി ഇങ്ങോട്ട് വരും. ഈ പ്രശ്നത്തിനൊരു സൊല്യൂഷൻ കാണാൻ എന്റെ അമ്മ എന്തിനാ ഇതിലോട്ട് വലിച്ചിടുന്നത് ശ്രീകാന്തേ? അല്ല, എന്റെ കുടുംബത്തിൽ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായി കാണാൻ ആഗ്രഹിച്ചിരിക്കും അവര്. വെറുതെ എന്റെ അമ്മ ഇതിലേക്ക് വലിച്ചിടണ്ട. ശ്രീകാന്തേ, എന്റെ സ്വഭാവം മാറോ? ഞാനായിട്ട് പറയുന്നില്ല. നീ ദയവ് ഇത് അറിയിക്കാതിരുന്നാ മതി. ഞാൻ ഈ വീട്ടിലെ കാര്യങ്ങളൊന്നും അമ്മയോട് വിളിച്ച് പറയാറില്ല. അങ്ങനെ പറയാതിരുന്ന ഈ വീട്ടിലെ 3/4 ഭാഗം പ്രശ്നങ്ങളും അടങ്ങും. ശ്രീകാന്തേ, ഞാൻ എന്തൊക്കെ പറഞ്ഞ ഓവറായി പോവും. ഇത് പറഞ്ഞോണ്ട് വർഷം അവിടുന്ന് പോവാണ് കേട്ടോ. അങ്ങനെ അവിടുത്തെ ആ സ്റ്റെപ്പും കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ചന്ദ്രമതിയാണ്. രവി ആണെന്നുണ്ടെങ്കിൽ ചന്ദ്രയെ പതുക്കൊന്ന് പിടിക്കാൻ പോകുന്നുണ്ട് കേട്ടോ. ചന്ദ്രേ, നീ വിഷമിക്കാതിരിക്കെ. എങ്ങനെ രവിയേട്ടൻ ഞാൻ വിഷമിക്കാതിരിക്കുക? അങ്ങനെ വല്ല കാര്യമാണോ ഞാൻ ഈ കേട്ടത്? സത്യം ആയാലല്ലേ കുഴപ്പമുള്ളൂ. സത്യം അല്ലാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാൻ ചന്ദ്രേ. എനിക്ക് അതിലല്ല രവിയേട്ട വിഷമം. അവൾ ഒരു വാക്ക് പോലും വാ തുറന്ന് പറയുന്നില്ലല്ലോ. ഇനിയെങ്ങാൻ ഇത് സത്യമാണെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. ചന്ദ്രേ, നീ പോയാ പിന്നെ എനിക്കാരാ ഉള്ളത്? ഞാൻ പിന്നെ ആർക്ക് വേണ്ടിയാ ജീവിക്കുന്നത്? നീ അതൊക്കെ മനസ്സിൽ നിന്ന് കളി. സത്യാവസ്ഥ എന്താന്ന് അറിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് തീരുമാനിക്കാം. എടിപിടിന്ന് നീ ഒരു തീരുമാനം എടുക്കരുതെന്നാ എനിക്ക് പറയാനുള്ളത്. രവിയേട്ട, ഞാൻ കണ്ടെത്തിയ മരുമകളാ വർഷ. അവളുടെ ഭാഗത്തു നിന്ന് അങ്ങനെ വല്ല തെറ്റും ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ വെറുതെ ഇരിക്കില്ല. എന്റെ മോന്റെ ജീവിതം നശിപ്പിച്ചവളെ ഞാൻ വല്ല സൈനൈഡ് കൊടുത്ത് കൊല്ലും. ഈ പറഞ്ഞത് നീ എന്നോട് പറഞ്ഞു.
ഇങ്ങനെയൊന്നും ആരോടും പറയരുത്. എന്റെ മകനിൽ എനിക്ക് ഏറെ പ്രതീക്ഷയുണ്ടായിരുന്നു. ആ പ്രതീക്ഷയൊക്കെ അവനായിട്ട് കൊണ്ട് കളഞ്ഞു. ഇനി അവളും കൂടി അത് നശിപ്പിക്കാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നിനും ഞാൻ വെറുതെ വിടില്ല. ചന്ദ്രേ, നിന്നോട് സംസാരിച്ചിട്ട് ഇപ്പൊ കാര്യമില്ല. അതുകൊണ്ട് നീ കുറച്ചു നേരം ഒറ്റയ്ക്കിരിക്കെ, നിന്റെ മനസ്സൊന്ന് ശാന്തമാക്ക്. രവിയേട്ടാ, അവക്കിനി ഒരു അരമണിക്കൂറും കൂടി മാത്രമേ ഉള്ളൂ. അതിനകത്ത് അവള് കാര്യം പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അവളെ ഞാൻ വെച്ചേക്കില്ല. ഇങ്ങനെ ഓരോന്ന് എടുത്ത് പറയാതെ നീ നിന്റെ മനസ്സിനെ ഒന്ന് ശാന്തമാക്ക്. കുറച്ചു നേരം കിടക്ക്. നിനക്ക് തലവേദനിക്കുന്നു എന്നല്ലേ പറഞ്ഞത്? രവിയേട്ടാ, ഞാൻ എങ്ങനെ കിടക്കാനേ രവിയേട്ടാ? എനിക്കൊരു സ്വസ്ഥതയും സമാധാനവും കിട്ടുന്നില്ല. ഇതിനൊന്നും എനിക്ക് നിന്നോടൊന്നും പറയാനില്ല. നീയായിട്ടുണ്ടാക്കി വെച്ച പ്രശ്നങ്ങളായതൊക്കെ. ശ്രുതിയെക്കുറിച്ച് അന്വേഷിക്കണം എന്നുള്ള കാര്യം ഞാൻ വിവാഹത്തിന്റെ സമയത്ത് നിന്നോട് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ആ സമയത്ത് നിനക്ക് കൂടുതൽ ഒന്നും അറിയേണ്ട ആവശ്യമില്ല, അവളെക്കുറിച്ച് എല്ലാം അറിയാന്ന് നീ തന്നെ എന്നോട് പറഞ്ഞത്. ഇപ്പോ നീ ഇങ്ങനെ പറയേണ്ടി വരുന്ന അവസ്ഥ ആലോചിച്ചിട്ട് എനിക്ക് നല്ല വിഷമമുണ്ട്. രവിയേട്ട, അന്ന് നിങ്ങൾ പറഞ്ഞ പോലെ അവളെക്കുറിച്ച് ഒന്ന് അന്വേഷിച്ചാൽ മതിയായിരുന്നു എന്ന് ഇപ്പൊ എനിക്ക് തോന്നുവാ. പക്ഷെ ഇപ്പൊ തോന്നിയിട്ട് കാര്യമില്ലല്ലോ ചന്ദ്രേ. നീ ആദ്യം കുറച്ചു നേരം ഒന്ന് കിടക്ക്. അതിനുശേഷം നമുക്ക് ശാന്തമായിട്ട് സംസാരിക്കാം. ചന്ദ്രയെ ബെഡിൽ കിടത്താൻ കേട്ടോ. രവി ആണെന്നുണ്ടെങ്കിൽ രവിയുടെ കണ്ണട അയച്ചു വെക്കുന്നുണ്ട്. എന്നിട്ട് വളരെയധികം വിഷമത്തോടു കൂടി പുറത്തോട്ട് നടക്കുന്നുണ്ട് കേട്ടോ. രവിയുടെ കണ്ണിൽ നിന്ന് ചെറുതായിട്ട് കണ്ണുനീരൊക്കെ വരുന്നുണ്ട്. വിഷമിച്ചോണ്ടാണ് രവി പുറത്തോട്ട് ഇറങ്ങുന്നത്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ചന്ദ്രയുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നതാണ് കേട്ടോ. അപ്പൊ തന്നെ ചന്ദ്ര ഫോൺ എടുത്ത് നോക്കുന്നുണ്ട്. മറ്റാരും അല്ല കേട്ടോ, ചന്ദ്രയുടെ സ്വന്തം ഭാമ തന്നെയാണ് വിളിക്കുന്നത്. ഭാമയാണല്ലോ. ഭാമ എന്തായാലും വിളിക്കാൻ വിചാരിച്ചിരിക്കുവായിരുന്നു ഞാൻ. എന്തായാലും ഇങ്ങോട്ട് വിളിച്ചത് നന്നായി. ഭാമ കണ്ടെത്തി തന്ന മരുമകളല്ലേ, അവളെ കുറിച്ച് ഭാമയ്ക്ക് നന്നായിട്ട് അറിയായിരിക്കുമല്ലോ. ഇതും പറഞ്ഞുകൊണ്ട് ഭാമയുടെ ഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഹലോ ചന്ദ്രേ. ഭാമേ, നിന്നെ ഞാൻ അങ്ങോട്ട് വിളിക്കാനിരിക്കുവായിരുന്നു. അതെന്താ ചന്ദ്രേ? അവിടെ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കുന്നുണ്ടോ? അതോ എന്തെങ്കിലും പരിപാടി ഉണ്ടോ? ഒരു പരിപാടിയും ഇല്ല. പക്ഷേ ഇവിടെ ഒരു പൊട്ടിത്തെറി നടക്കാൻ പോവാ. പൊട്ടിത്തെറിയോ? നീ എന്താ ചന്ദ്ര ഈ പറയുന്നത്? ദേ ഭാമേ, നീ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വാ. എന്ത് അങ്ങോട്ട് വരാനോ? ചന്ദ്രേ, ഇപ്പൊ പഴയ പോലെ ഒന്നല്ല. ശരീരത്തിനൊക്കെ ആകെ മൊത്തത്തിൽ വേദനയാണ്. നീ പറയുമ്പോത്തിനേക്കും എടിപിടി ഓടി വരാനൊന്നും പറ്റത്തില്ല. ബാമേ, നീ വന്നേ പറ്റൂ. ചന്ദ്രേ, നീ ഇങ്ങനെ വാശി പിടിക്കാതെ. ഞാൻ വേണമെങ്കിൽ നാളെ കാലത്ത് വരാം. ഇപ്പൊ എനിക്ക് പറ്റില്ല. നീ ഇങ്ങോട്ട് വന്നില്ലെങ്കിലേ ഞാൻ അങ്ങോട്ട് വരും. എന്നാ പിന്നെ നീ ഇങ്ങോട്ട് പോര്. നീ ഒറ്റയ്ക്ക് വരണ്ട, എല്ലാവരോടും കൂടി വരാൻ പറ. ബാമേ, നീ എന്നെ കളിയാക്കുവാണോ? നിനക്കിപ്പൊ ഇങ്ങോട്ട് വരാൻ പറ്റുമോ? ആദ്യം എന്താ കാര്യം പറ ചന്ദ്രേ. പറയാം. നിന്റെ വീട്ടില് ഒരിടിൽ ഒരു പാർലറുകാരി വരത്തില്ലായിരുന്നോ? നിന്റെ മുടി കുളിപ്പിക്കാനും നിനക്ക് പെഡിക്യൂർ ചെയ്യാനും എന്തോന്നാ അങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്യാൻ. ഓ എന്റെ ചന്ദ്രേ, പെഡിക്യൂറും മാനിക്യൂറും എന്തെങ്കിലും ആവട്ടെ. അവളുണ്ടല്ലോ എന്റെ മരുമകളെ. നീ ശ്രുതിയെ കുറിച്ചാണോ പറയുന്നത്? അവൾ തന്നെ. അവളല്ലാതെ എനിക്ക് വേറെ ഏത് മരുമകളാണ് പാർലറിലുള്ളത്? ശരി, എന്താ കാര്യം എന്ന് പറ. അവളെ നീയല്ലേ എനിക്ക് മരുമകളായി പരിചയപ്പെടുത്തി തന്നത്? മരുമകളായി പരിചയപ്പെടുത്തി തന്നതൊന്നല്ലോ. അവിടുന്ന് അവളെ പരിചയപ്പെട്ടപ്പോ തന്നെ നീയല്ല അവളെ മരുമകളാക്കിയത്. അപ്പൊ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഇതൊക്കെ അന്വേഷണവും കണ്ടിട്ടും മതിയെന്ന്. അപ്പൊ നീയാണ് പറഞ്ഞത് മലേഷ്യക്കാരന്റെ മകളാണെന്നും അവക്ക് ഒരുപാട് സ്വത്തുക്കൾ ഉണ്ടായിരിക്കുമെന്നും ഇത് തന്നെ എന്റെ മകന്റെ ഭാര്യ. അതുകൊണ്ടല്ലേ ഞാനും ഇതിലേക്ക് നിന്നത്. ദേ ബാമേ, നീയും കൂടി എന്റെ കൂടെ കൂട്ടി നിന്നിട്ടാ ഞാൻ അവളെ എന്റെ മോന്റെ തല കെട്ടിവെച്ചത്. ഷെടാ, ഇത് വലിയ കഷ്ടമാണല്ലോ. ശരി, ഞാൻ നിന്റെ കൂടെ നിന്നു. പക്ഷെ ഇപ്പൊ എന്താ ഇങ്ങനെ പറയാൻ? ശ്രുതി എന്തെങ്കിലും തെറ്റായി വല്ലതും ചെയ്തോ? എന്തെങ്കിലും തെറ്റ് ചെയ്തെങ്കിൽ അത് പോട്ടേന്ന് വെക്കായിരുന്നു. ഇതിപ്പോ അവള് തെറ്റാണോ ചെയ്തിരിക്കുന്നത്? ചന്ദ്രേ, നീ ഇങ്ങനെ എന്നെ വട്ടം തിരിപ്പിക്കാതെ കാര്യം തുറന്നു പറ, എന്നാലല്ലേ എനിക്ക് മനസ്സിലാവൂ. ബാമേ, നിനക്കറിയോ അവളെന്നെ ചതിക്കുമായിരുന്നു, എന്നെ എന്റെ മകനെയും. അതിന് മാത്രം എന്താ ഉണ്ടായത് ചന്ദ്രേ? സത്യാണോ അല്ലേന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം എന്നോട് രേവതി വന്ന് പറഞ്ഞപ്പോ എന്റെ ശരീരം മരവിച്ച പോലെയാ. ഇപ്പോഴും അതുപോലെ തന്നെ. നീ കാര്യം പറയുന്നുണ്ടോ ചന്ദ്രേ? ഇല്ലെങ്കിൽ ഞാൻ ഫോൺ വെച്ച് പോവും. അതെ ബാമേ, അവക്ക് മുന്നേ ഒരു ഭർത്താവ് ഉണ്ടായിരുന്നത്രേ, എന്റെ സുധിയെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ്. അയ്യോ, ചിരിക്കാൻ വയ്യ. എന്തൊക്കെയാ ചന്ദ്ര നീ പറയുന്നത്? നീയേ ഇതൊക്കെ പറഞ്ഞ് വേറെ ആരെങ്കിലും പറ്റിക്ക്. ഇന്നെന്താ ഏപ്രിൽ ഫൂളോ മറ്റോ ആണോ? അല്ലല്ലോ, പിന്നെന്താ ചന്ദ്ര നീ ഇങ്ങനെ പച്ചക്കള്ളം പറയുന്നത്? ദേ ബാമേ, ഞാൻ പറയുന്നത് കേട്ടിട്ട് നിനക്ക് പച്ചക്കള്ളായി തോന്നുന്നുണ്ടോ? പിന്നെന്താ ചന്ദ്ര നീ പറയുന്നത്? ഇത് ഞാൻ വിശ്വസിക്കണോ? വിശ്വസിച്ചേ പറ്റൂ. അവക്ക് മുന്നൊരു ഭർത്താവ് ഉണ്ടായിരുന്നു എന്നുള്ളത് എങ്ങനെയെങ്കിലും മറന്നു കളയാന്ന് വിചാരിക്കാം. പക്ഷെ അതിലൊരു കുഞ്ഞും കൂടി ഉണ്ടാത്രേ. അതിപ്പോ ജീവിച്ചിരിപ്പുണ്ട്. ചന്ദ്രേ, നീ എന്തൊക്കെയാ ചന്ദ്ര ഈ പറയുന്നത്? നിന്റെ തലയ്ക്ക് വല്ലതും പറ്റിയോ? പാമേ, നീ എന്റെ വാലിരിക്കുന്നത് കേൾപ്പിക്കരുത്. എന്റെ തലയ്ക്ക് ഒന്നും പറ്റിയതല്ല. നീ വേണമെങ്കിൽ ഇവിടെ വന്ന് എല്ലാവരോടും വിവരം അന്വേഷിക്കുക. അപ്പൊ അറിയാൻ പറ്റും. എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു ബാമേ. ആ രേവതിയുടെ ചെവില ഇതൊക്കെ അറിയാൻ പറ്റിയത്. ചന്ദ്രേ, ഇതൊക്കെ സത്യമാണെന്ന് വല്ലതും അറിഞ്ഞോ?
ഇല്ല, അവക്ക് ഞാൻ 1 മണിക്കൂർ സമയം കൊടുത്തിട്ടുണ്ട്. ഇതെങ്ങാനും കള്ളമാണെങ്കിൽ ആ രേവതിയെ ഞാൻ ഇവിടുന്ന് അടിച്ചു പുറത്താക്കും. അത് വേണം. ഇങ്ങനെ കല്ല് വെച്ച് നുണയങ്ങാനും രേവതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളെ ഇവിടുന്ന് പുറത്താക്കിയിരിക്കണം. ആ ചന്ദ്രേ, നീ ഫോൺ വെക്ക്. ഞാൻ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് എത്താൻ നോക്കാം. ശരി ബാമേ. ഇതും പറഞ്ഞ അവര് ഫോൺ വെക്കുന്നുണ്ട് കേട്ടോ. എന്തൊക്കെയാണോ ചന്ദ്രയുടെ വീട്ടിൽ നടക്കുന്നത് ഇതും പറഞ്ഞുകൊണ്ട് ബാമ നേരെ ഡ്രസ്സ് മാറാൻ പോവാണ്. ഓക്കെ, ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് കുറച്ചു നേരത്തിന് ശേഷമാണ് കേട്ടോ. ബാമ ചന്ദ്രോദയത്തിൽ എത്തുന്നതാണ്. അപ്പൊ മുന്നിൽ സച്ചി കാറ് കഴുകിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. സച്ചി, ആഹാ, ഇതാര്? ബാമാന്റിയോ? എടാ സച്ചി, എന്തൊക്കെയാടാ ഞാൻ ഈ കേൾക്കുന്നത്? ഇതൊക്കെ സത്യമാണോടാ? ഓഹോ, അപ്പൊ ബാമേന്റെ സത്യമൊക്കെ അറിഞ്ഞിട്ടുള്ള വരവാണ്. പിന്നെ ഞാൻ അറിയാതിരിക്കോ? നിന്റെ അമ്മയും ഞാനും ചങ്കും അല്ലേടാ. അങ്ങ് ചെന്നാട്ടെ, അമ്മ ബാമേന്റെയെ കാത്തിരിക്കുമായിരിക്കും. അല്ല, എവിടെ രേവതി? രേവതി എങ്ങനെ ഇതൊക്കെ അറിഞ്ഞത്? അതറിയണമെങ്കിലേ അമ്മയോട് ചെന്ന് ചോദിച്ചാൽ മതി. രേവതി അടുക്കളയിൽ തിരക്കിലായിരിക്കും. അയ്യോ, ഈ കേട്ടതൊന്നും സത്യമാവാതിരിക്കണേ. ഇതും പറഞ്ഞുകൊണ്ട് ബാബ നേരെ അകത്തോട്ട് കയറി ചെല്ലുന്നുണ്ട്. അപ്പോഴാണ് അവിടെ രവി ഇരിക്കുന്നത് കാണുന്നത്. രവിയേട്ടാ, ചന്ദ്ര എവിടെ? ബാമയോ? അല്ല, രവിയേട്ടൻ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? അതൊന്നും ഇല്ല ബാമേ, ഞാനൊക്കെ അറിഞ്ഞ രവിയേട്ടാ. ഇനി എന്നോടായിട്ട് മറച്ചു വെക്കണ്ട. ഓ, ചന്ദ്ര വിളിച്ചെല്ലാം പറഞ്ഞാണോ അല്ലേ? പറയാതെ എന്റെ വീട്ടിൽ ജോലിക്ക് വന്നിരുന്ന മരുമകളല്ല അവള്. ഞാനും കൂടി അവള് മരുമകളാവാൻ ഒരു കാരണക്കാരിയല്ലേ രവിയേട്ടാ? എന്തായാലും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. സത്യമാണോ അല്ലോ എന്ന് തിരിച്ചറിയണം. ചന്ദ്ര റൂമിൽ കാണും. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് പോട്ടെ രവിയേട്ടാ. അങ്ങനെ പോവാൻ നിൽക്കുന്ന സമയത്താണ് സുധിയെ കാണിക്കുന്നത് കേട്ടോ. എടാ സുധി, ആരാ? ബാമേന്റെയോ? ഞാനാകെ പേടിച്ചു പോയി. അല്ല, ഈ ബാമേന്റി ഇവിടെ? ഓ, നിന്റെ അമ്മ വിളിച്ചിട്ട് വന്നതാ. നിന്റെ ഭാര്യ ഏതാണ്ടൊക്കെയോ ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഓ, അതൊന്നും വിശ്വസിക്കണ്ട ബാമേന്റി. അവളുണ്ടല്ലോ, അവള് കല്ല് വെച്ച നുണ പറഞ്ഞിരിക്കുക. ആ രേവതി, അവള് മിക്കവാറും ഇവിടുന്ന് അടിച്ച് പുറത്ത് കളയും. രേവതിയെ അങ്ങനെ കള്ളം പറയുന്ന കുട്ടിയൊന്നും അല്ല. അതുകൊണ്ട് നീ നിന്റെ ഭാര്യ ഒന്ന് സൂക്ഷിച്ചോ. ഇതും പറഞ്ഞിട്ട് ബാമ അവിടുന്ന് പോവാണ്ടോ. ഇവരെന്തിനാ ഇത് പറയാനാണ് ഇങ്ങോട്ട് കെട്ടി എന്നെളിച്ചേക്കുന്നത്? ഛേ, അവര് പറയുന്ന കേട്ടില്ലേ? ഇവിടത്തെ ചോറും കഴിക്കും, ഇവിടത്തെ പേരെ കുറ്റവും പറയും. ആണമില്ലാത്ത സ്ത്രീ. ഇതും പറഞ്ഞോണ്ട് ശ്രുതി അകത്തോട്ട് കയറി ചെല്ലാണ് കേട്ടോ. ആയിരിക്കുന്നത് ശ്രുതിയാണ് കേട്ടോ. ശ്രുതി മീരയ്ക്ക് ഫോൺ ചെയ്യുന്നുണ്ട്. ഞാൻ ഇനി എന്താ ചെയ്യാ? എനിക്കൊന്നും അറിയില്ല ശ്രുതി. എന്റെ ഒരു അഭിപ്രായത്തിൽ നീ സത്യമൊക്കെ അവിടെ തുറന്ന് പറയുന്നതായിരിക്കും നല്ലതെന്നാ എനിക്ക് തോന്നുന്നത്. പക്ഷെ ആ ശ്രുതിയുടെ അമ്മയുടെ കാര്യം ആലോചിച്ചിട്ട് എനിക്ക് പേടി. അതാണല്ലോ എനിക്കും പേടി. അല്ലെങ്കിൽ പിന്നെ നീ ഒരു കാര്യം ചെയ്യേ. നിനക്ക് നിന്റെ ഭർത്താവിന്റെ സപ്പോർട്ട് പോരെ? അങ്ങനെ കൊണ്ട് എവിടെയെങ്കിലും പോയി താമസിക്കേ. അവരവിടുന്ന് അടിച്ചു പുറത്ത് കളയേ. എന്താന്ന് വെച്ചാ ചെയ്യട്ടെ. നീയെ നിന്റെ അമ്മയുടെ വീടുണ്ടല്ലോ, അവിടെ പോയിട്ട് സുധിയേം കൂട്ടി താമസിക്കേ. നീ വെറുതെ അവരുടെ വായിലിരിക്കുന്ന ആട്ടും തുപ്പും കേൾക്കാതെ ധൈര്യമായിട്ട് സുധിയേം കൂട്ടി ഇറങ്ങി പോര്. പക്ഷെ അതല്ലല്ലോ മീരെ. സത്യം എങ്ങാനും സുധി അറിഞ്ഞു കഴിഞ്ഞാ പിന്നെ സുധിക്ക് എന്നെ വേണ്ടെന്ന് തോന്നിയാലോ? അല്ലേ എപ്പോഴും പറയാതെ സുധിക്ക് നിന്നെ ജീവനാണെന്ന്. അങ്ങനെയുള്ള സുധി നിന്നെ അങ്ങനെ ചെയ്യോ? പറയാൻ പറ്റില്ല. ഞാൻ അത്രയ്ക്കും വലിയ കള്ളമല്ലേ പറഞ്ഞിരിക്കുന്നത്. അതെ, നീ വലിയ കള്ളമൊക്കെ തന്നെ പറഞ്ഞിരിക്കുന്നത്. അന്നേ ഞാൻ നിന്നോട് പറഞ്ഞതാ, ഈ കള്ളമൊക്കെ കൂട്ടിവെച്ച് നീ എന്നാണ് ഇതൊക്കെ പൊട്ടിക്കാൻ പോകുന്നതെന്ന്. ഓരോ കള്ളം ചെയ്യുമ്പോഴും അത് കൂടി വലിയ കള്ളമായിട്ട് വരും. അതിനേക്കാളും നല്ലത് അന്ന് തന്നെ നിനക്ക് കാര്യങ്ങളൊക്കെ തുറന്ന് സുധിയോട് പറയുന്നതായിരുന്നു. ഞാൻ പറയാൻ ശ്രമിച്ചതല്ലേ മീരെ. ഇങ്ങനെയൊക്കെ സംഭവിച്ചതിന് ഞാൻ എന്ത് ചെയ്യാനാ? ഇപ്പൊ നീ എങ്ങനെയെങ്കിലും ഇത് മറികടക്കാൻ ഒരു പോംവഴി കണ്ടെത്ത്. ഞാൻ എന്ത് പോംവഴി കണ്ടെത്താനാ? സത്യം തുറന്നു പറയും. ഇല്ലെങ്കിൽ പിന്നെ ഒരു വഴിയേ ഉള്ളൂ. രണ്ടും കൽപ്പിച്ചുകൊണ്ട് അവിടെ നിറങ്ങി നേരെ എന്റെ വീട്ടിലോട്ട് വാ. അല്ലാതെ മറ്റൊന്നും എന്റെ തലയിൽ തെളിയുന്നില്ല. എന്റെ ഒരു അഭിപ്രായത്തിൽ നീ സത്യങ്ങൾ എല്ലാരും അറിയിക്കുന്നതായിരിക്കും നല്ലത്. ഇത് അതിനു പറ്റിയ നല്ലൊരു അവസരമായിട്ട് കണ്ടാ മതി. ഇല്ലെങ്കിലേ വല്ല ഡോക്ടേഴ്സിനും വിളിച്ച് നിന്റെ കള്ളങ്ങളെല്ലാം വെളിച്ചത്താവും. അതിനേക്കാളും നല്ലത് നീ സത്യം തുറന്നു പറയുന്നതാ. എന്നാ പിന്നെ ശരി, നീ എന്താ ഉണ്ടായതെന്ന് വെച്ചാ വിളിച്ചെന്നെ അറിയിക്ക്. ഇതും പറഞ്ഞുകൊണ്ട് മീര ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ശ്രുതി അങ്ങോട്ട് വരുന്നുണ്ട്. ശ്രുതി. എന്താ ശ്രുതി? ആ ബാമാന്റി വന്നിട്ടുണ്ട്. ബാമാന്റിയോ? അതെ, അമ്മ വിളിച്ചു വരുത്തിയതാ. ഷോ, അവരിപ്പ എന്തിനാ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? അവര് വന്നോട്ടെ, അതിനെന്താ കുഴപ്പം? ശ്രുതി, ഞാനൊരു കാര്യം പറയട്ടെ. പറ. ഇതൊക്കെ സത്യമാണെങ്കിൽ ശ്രുതി എങ്ങനെ പ്രതികരിക്കും? ഇതൊക്കെ സത്യമാണോ? അല്ല, ആണെങ്കിൽ എങ്ങനെ പ്രതികരിക്കുന്നാ ചോദിച്ചത്. അതെന്തിനാ നീ അറിയുന്നത്? അല്ലെങ്കിൽ പിന്നെ അല്ലാത്ത പോലെ നിന്നാ പോരെ? പറ ശ്രുതി. ഞാൻ എന്ത് ചെയ്യാനാ? നിനക്ക് അങ്ങനെ വല്ല ഭർത്താവ് ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ജീവിച്ചിരിക്കുന്നത്? നീ അവന്റെ കൂടെ പോയി ജീവിക്ക്. അവനിലൊരു കുഞ്ഞുണ്ടല്ലോ നിനക്ക്. അയ്യോ ശ്രുതി കരയല്ലേ? അപ്പൊ നിനക്ക് അങ്ങനെ ഒരു ബന്ധം ഉണ്ടല്ലേ ശ്രുതി? അത് പിന്നെ എന്നോട് ക്ഷമിക്കണം ശ്രുതി. മാറി നിക്കടി. ശ്രുതി, നീ എന്റെ ദേഹത്തെ തൊട്ടുപോരുത്. ഇറങ്ങിപ്പൊക്കോ എന്റെ വീട്ടിന്. എനിക്കെന്നെ നിന്നെ കാണണ്ട. ശ്രുതി, നീ എന്നെ കൈവിട്ട് കളയല്ലേ ശ്രുതി. ഏതാടി നിന്റെ കുഞ്ഞ്? അപ്പോ ആ കുഞ്ഞിപ്പോ വളരുന്നുണ്ടോ? അത് പിന്നെ മലേഷ്യയിൽ നിന്റെ അച്ഛനോടെന്നൊക്കെ പറഞ്ഞല്ലോ. അതൊക്കെ ഇപ്പൊ കള്ളമാണോ? അയ്യോ,
അത് കള്ളമല്ല. പിന്നെ നിനക്ക് ഭർത്താവുള്ളതും അതിലൊരു കുഞ്ഞുള്ളതുമാണോ കള്ളം? അവിടെ അത് നടന്നുകൊണ്ടിരിക്കുമ്പോ പിന്നെ കാണിക്കുന്നത് ചന്ദ്രയുടെ മുറിയാണ് കേട്ടോ. ചന്ദ്രേ, നീ ഇങ്ങനെ വിഷമിച്ചിരിക്കാതെ, എനിക്കിത് കണ്ടോണ്ട് നിൽക്കാൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യണം ബാമേ? 1 മണിക്കൂർ സമയമായി, ഇപ്പോഴും അവൾ അവളുടെ ഭാഗത്തെ ന്യായീകരിക്കുന്നില്ല ബാമേ. ഇതിലൂടെ ഞാൻ എന്താ മനസ്സിലാക്കേണ്ടത്? അവക്ക് ആദ്യം ഒരു ഭർത്താവും അതിലൊരു കുഞ്ഞുണ്ടെന്നോ? ചന്ദ്രേ, ഇത് ഉറപ്പിക്കാനൊന്നും ആയിട്ടില്ലല്ലോ. എന്റെ പരിചയത്തിലെ നല്ലൊരു ഗൈനക്കോളജിസ്റ്റ് ഉണ്ട്, ഡോക്ടർ സീത. ഞാൻ അവളെ വിളിച്ച് ഇങ്ങോട്ട് വരാൻ പറയാം. പരിശോധിച്ചാ അറിയാൻ പറ്റുമല്ലോ അവളൊന്ന് പ്രസവിച്ചതാണോ അല്ലയോന്ന്. ആ ബാമേ, ഞാൻ കളയണ്ട, എത്രയും പെട്ടെന്ന് ആ ഡോക്ടറോട് ഇങ്ങോട്ട് വരാൻ പറ. ആ ഞാൻ പറയാം. ആ സമയത്താണ് സുധിയെ കാണിക്കുന്നത് കേട്ടോ. സുധി മുറിയിലോട്ട് വരുന്നുണ്ട് കേട്ടോ. അമ്മേ, അയ്യോ സുധി, എന്താടാ? അവള് നമ്മളെയൊക്കെ പറ്റിക്കായിരുന്നു അമ്മേ. എന്ത്? അതെ അമ്മേ, എന്നെയും അമ്മയൊക്കെ അവള് പറ്റിച്ചു. സുധി, അവള് തുറന്നു പറഞ്ഞോ? അതെ ബാമേന്റി. ശരി, ചന്ദ്രയെ പറ്റിച്ച് അവളങ്ങനെ സുഖിച്ച് ജീവിക്കാന്ന് കരുതി ഇവിടെ കാണിച്ചു ഒരുക്കാം. ചന്ദ്രേ, നീ വാ, ഇത് ചോദിച്ചിട്ട് എന്നെ കാര്യം. അങ്ങനെ എല്ലാരും കൂടി ശ്രുതിയുടെ മുറിയിലോട്ട് ചെല്ലാൻ കേട്ടോ. ശ്രുതി, ശ്രുതി, എടി ശ്രുതി, ഒരുപ്പെട്ടവളെ, എവിടെ നീ? ശ്രുതി, ചന്ദ്രേ, ശ്രുതി ഇവിടെ ഒന്നും കാണാനില്ലല്ലോ. ശ്രുതി എവിടെ പോയി? ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നു ബാമേന്റി. ശ്രുതി, അവൾ എവിടെ പോയി? പിന്നെ ഇതും പറഞ്ഞ് താഴോട്ട് ചെല്ലുന്നുണ്ട് കേട്ടോ. താഴെ ചെന്ന് നോക്കി, ശ്രുതി, ശ്രുതി. അപ്പൊ രവി അറിയുന്നുണ്ട്, ആരെ വിളിക്കുന്നേ? ശ്രുതിയെ, ശ്രുതിയെ കണ്ടിരുന്നോ രവിയേട്ടാ? ഇല്ല, ഞാൻ കണ്ടില്ല. അവളിപ്പൊ മുറിയിലുണ്ടായിരുന്നു, ഇപ്പൊ അവിടെ ഒന്നും നോക്കിയിട്ട് കാണാനില്ല. അയ്യോ, അപ്പൊ പിന്നെ ശ്രുതി എവിടെ പോയി? അറിയില്ല രവിയേട്ടാ. പിന്നെ കാണിക്കുന്നത് ചന്ദ്രമതിയാണ് കേട്ടോ. അവളെങ്ങോട്ടെങ്കിലും പോയി കാണും. എന്റെ മോന്റെ ജീവിതം നശിപ്പിച്ചിട്ട് ചന്ദ്രോദയത്തിന് 2 കാലിൽ അവൾക്ക് മര്യാദയ്ക്ക് പോവാന്ന് കരുതി കാണില്ല. അതുകൊണ്ട് സ്ഥലം വിട്ടത് അവൾ ഇവിടെ വരട്ടെ, കാണിച്ചു കൊടുക്കാൻ ഞാൻ അവളെ. അങ്ങനെ ശ്രുതി ഓടിപ്പോകുന്നത് ശ്രുതിയുടെ വീട്ടിലോട്ടാണ് കേട്ടോ. അതായത് ആരെയും കാണാതെ എല്ലാവരുടെയും കണ്ണ് വെട്ടിച്ചോണ്ട് ശ്രുതി അവിടുന്ന് ഇറങ്ങി ഓടുകയാണ്. ചന്ദ്രോദയത്തിൽ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിച്ച് ആകെ വിഷമിച്ച് നിൽക്കുന്നത് കാണിക്കുന്നുണ്ട്. അപ്പോ സച്ചി പറയുന്നുണ്ട്, രേവതി, ഇതൊക്കെ സത്യമായതുകൊണ്ടായിരിക്കും ആ ശ്രുതി ഇറങ്ങി ഓടിയത്. എനിക്കെന്തോ ആകെ പേടി തോന്നുന്നു. നമുക്കൊന്ന് ശ്രുതി അന്വേഷിച്ച് പുറത്തോട്ട് പോയാലോ? എന്തിനാ രേവതി? അവൾ എന്തെങ്കിലും ചെയ്യട്ടെ. പക്ഷെ അതല്ല, എല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് അവള് വല്ല കടുങ്കയും ചെയ്യുവോ സച്ചിയേട്ടാ? ചെയ്യുവാണെങ്കിൽ ചെയ്യട്ടെ, നമുക്ക് എന്താ നഷ്ടം? അവള് തെറ്റ് ചെയ്തു, അതിനുള്ള കർമ്മഫലം അവൾ അനുഭവിക്കുന്നു, അത്രേ ഉള്ളൂ. സച്ചേട്ടാ, മനുഷ്യപ്പറ്റുള്ള സച്ചേട്ടന് ഇതെങ്ങനെ പറയാൻ തോന്നുന്നു? ഞാൻ പിന്നെ എന്ത് പറയാനാ രേവതി? നമുക്ക് ഒന്ന് അന്വേഷിക്കാൻ പോയാലോ? ഷോ, ഇത് വലിയ കഷ്ടമാണല്ലോ. എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യ്, ഇറങ്ങ്. പിന്നെ പെട്ടെന്നാവണം. എനിക്ക് അതിന്റെ ഡ്രസ്സ് പോലും ചെയ്യണ്ട. നമുക്ക് ഇറങ്ങ രവി, സച്ചേട്ടാ. ഇതും പറഞ്ഞുകൊണ്ട് അവർ പുറത്തോട്ട് ഇറങ്ങാൻ നിൽക്കുന്ന സമയത്താണ് കേട്ടോ രവിയും ചന്ദ്ര അങ്ങോട്ട് വരുന്നത്. നിങ്ങൾ എങ്ങോട്ടാ? അമ്മേ, സുധി പോയിട്ടുണ്ട്. പക്ഷെ ഞങ്ങളും കൂടി അന്വേഷിക്കട്ടെ, എവിടെന്നെങ്കിലും ചിലപ്പോ കണ്ടാലോ? എന്തിനാ കാണുന്നത്? അവൾ തെറ്റൊക്കെ ചെയ്തിട്ട് അവളെ എന്തിനാ നിങ്ങൾ വിളിച്ചോണ്ട് വരുന്നത്? രവിയേട്ടൻ പറയുന്നുണ്ട്, തെറ്റ് ചെയ്തോ ഇല്ലേന്ന് നമുക്കറിയില്ലല്ലോ. ആ കുട്ടിക്ക് അത് പ്രൂവ് ചെയ്യാൻ കഴിയാത്തതുകൊണ്ടാണെങ്കിലും അത് ഇറങ്ങിപ്പോയത്. അതെനി വല്ല കടുങ്കയും ചെയ്യുന്ന ആര് കണ്ടു? സച്ചി, നീ രേവതിയും കൂട്ടിയിട്ട് അവളെ പോയി അന്വേഷിക്കേ. ശരിയച്ചാ. ഇതും പറഞ്ഞുകൊണ്ട് അവർ ഇറങ്ങുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് ശ്രുതിയാണ്. ശ്രുതി എല്ലായിടത്തും ആയിട്ട് ശ്രുതിയെ അന്വേഷിക്കുന്നുണ്ട് കേട്ടോ. ശ്രുതിക്ക് നല്ല വിഷമമുണ്ട്. അങ്ങനെ ശ്രുതിയെ കാണിക്കുന്നുണ്ട് കേട്ടോ. ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഒരു ഓട്ടോയില് വിഷമിച്ചോണ്ട് വന്ന് ഇറങ്ങുന്നുണ്ട് കേട്ടോ അവളുടെ വീടിന് മുന്നില്. അപ്പോഴാണ് ഒരു ബോള് തട്ടി കളിക്കുന്ന കുട്ടിയെ കാണിക്കുന്നത്. അതായത് ശ്രുതിയുടെ മകനാണ് കേട്ടോ. ആ കുഞ്ഞ് ഒരു ഓട്ടോ വന്ന് നിൽക്കുന്നത് കണ്ടിട്ട് പുറത്തോട്ട് ബോളുമായിട്ട് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് തന്റെ അമ്മയെ കാണിക്കുന്നത്. അമ്മേ, എന്റെ അമ്മ വന്നു. അമ്മാമ്മേ, അമ്മ. എന്താടാ, നിന്നോട് അമ്മ അമ്മ എന്ന് പറഞ്ഞു കൂവരുതെന്ന് പറഞ്ഞിട്ടില്ലേ? അമ്മയ്ക്ക് ഒഴിവ് കിട്ടുന്ന സമയത്തെ അമ്മ ഇങ്ങോട്ട് വിളിക്കത്തുള്ളൂ. അതല്ല അമ്മാമ്മേ, അമ്മ വരുന്നു. എന്ത്? അമ്മ വരുന്നെന്നോ? ദേ നോക്കിയേ അമ്മ. അയ്യോ, കല്യാണിയാണല്ലോ. കല്യാണി എന്താ ഈ സമയത്ത്? അമ്മേ, മോളെ കല്യാണി, എന്താ നിനക്ക് പറ്റിയത്? നീ എന്താ അത് കരഞ്ഞു കലങ്ങി കണ്ണോടുകൂടി? അമ്മേ, എന്റെ എല്ലാ കള്ളങ്ങളും എല്ലാരും അറിഞ്ഞമ്മേ. ഇതും പറഞ്ഞോണ്ട് അമ്മയെ കെട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ. അറിഞ്ഞോ? ആരാ മോളെ അറിഞ്ഞത്? എല്ലാവരും അറിഞ്ഞമ്മേ. അയ്യോ, ഇനി എന്തൊക്കെയാ ഉണ്ടാവുക മോളെ? ഒന്നും അറിയില്ല. ഇത് മുൻപ് അറിയിക്കണം എന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷെ മോളുടെ വാശി കൊണ്ടല്ലേ ഒന്നും പറയാതിരുന്നത്. ഇപ്പൊ എന്തായാലും എല്ലാരും അറിഞ്ഞില്ലേ? ഇനി എല്ലാം കലങ്ങി തെളിയില്ലേ മോളെ? എങ്ങനെ കലങ്ങി തെളിയാനേ അമ്മേ? സുധിയുടെ അമ്മ എന്നെ അവിടുന്ന് അടിച്ചു പുറത്താക്കുന്ന പറയുന്നത്. അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു പോന്നതാ ഞാന്. അയ്യോ, അവിടെ അങ്ങനെയൊക്കെ സംഭവിച്ചോ? അതെ അമ്മേ. മോളെ, എന്താ അവരറിഞ്ഞത്? നീ പറഞ്ഞ എന്ത് കള്ളോ അവരറിഞ്ഞത്? എനിക്ക് മുന്നേ ഒരു ഭർത്താവ് ഉണ്ടെന്നും ആ ഭർത്താവിൽ ഒരു കുഞ്ഞുണ്ടെന്നും. അയ്യോ, അത് അവരെങ്ങനെ അറിഞ്ഞു? വേറെ ആരുമല്ല, ആ രേവതി കാരണമാ. അവളുടെ അനിയത്തി ഉണ്ടല്ലോ ഇപ്പൊ ഹോസ്പിറ്റലില്.
അവള് മുഖേന ഞാൻ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ പോയി. അത് അവൾ എങ്ങനെയൊക്കെയോ അറിഞ്ഞു. അവൾ എല്ലാരോടും തുറന്ന് പറയുകയും ചെയ്തു. ഞാൻ പറഞ്ഞില്ലേ അവളാണ് എന്റെ ജീവിതത്തിലെ കരടെന്ന്. ഇനി അമ്മ പറ, ആ രേവതി എന്ന് പറയുന്നവള് നല്ലവളാണോന്ന്? രേവതി പറഞ്ഞത് ചിലപ്പോ നല്ലതിനായിരിക്കും. അമ്മ ഇനി അവളെ കുറിച്ച് നല്ലത് പറയരുത്. മിണ്ടാതിരുന്നോളണം. ആ സമയത്ത് ഈ കുഞ്ഞാണെങ്കിൽ ആകെ പേടിച്ച് നിൽക്കുന്നു കേട്ടോ. അമ്മേ അമ്മയല്ല, എടാ നിന്നോട് ഞാൻ അമ്മയെന്ന് വിളിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ? ഞാൻ നിന്റെ ആന്റിയാണ്, ആന്റി, കല്യാണി ആന്റി. നീ എന്നെ അങ്ങനെ വിളിച്ചാ മതി. പിന്നെ ഇനി നീ എന്നെ അമ്മന്ന് വിളിച്ചാലുണ്ടല്ലോ, എടാ നീ ഒറ്റ എടുത്ത കാരണം എനിക്ക് ജീവിക്കാൻ പറ്റാത്തത്. നിന്നെ ചൊല്ലിയ ഞാനിപ്പോ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോരേണ്ടി വന്നത്. ഷോ, അന്നേ ഇവൻ അങ്ങ് ഇല്ല. കല്യാണി നിർത്ത്, മിണ്ടരുത് നീ. ഇനി നീ മിണ്ടിയ നിന്റെ കാരണം ഞാൻ അടിച്ചു പൊട്ടിക്കും. ഞാൻ എല്ലാത്തിനും തല താഴ്ത്തി തന്നെന്ന് കരുതിയിട്ട് നീ എന്റെ തലേ കയറി നിരങ്ങുവാണോ? ഒരു കാര്യം ഞാൻ പറഞ്ഞു നേക്കാം, ഞാൻ ഇന്നോ നാളെന്ന് പറഞ്ഞു നിൽക്കുക. അതിനിടയ്ക്ക് ഈ കുഞ്ഞിന്റെ കാര്യത്തിൽ നീ ഒരു തീരുമാനം ഉണ്ടാക്കിയില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു എനിക്ക് പോലും അറിയില്ല. ഏത് നിമിഷം പൊട്ടിത്തെറിക്കുന്ന ഒരു പർവ്വതമായിട്ട് എനിക്കിപ്പോ എന്നെ കാണാൻ പറ്റുന്നത്.